ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. മൈ നെയിം ഈസ് ഷബീർ. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വാട്സപ്പിൽ നമുക്ക് ഡിഫറൻ്റായി നമുക്കൊരു വാട്സപ്പ് സന്ദേശം എങ്ങനെ അയക്കാം, ഇതിവിടെ കാണുന്ന പോലെ. അപ്പോൾ ഇതുപോലെ എങ്ങനെ നമുക്ക് മെസ്സേജ് അയക്കാം എന്നതിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം കാണുന്ന നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് വഴി രേഖപ്പെടുത്തുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ജസ്റ്റ് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് ആർക്കാണ് മെസ്സേജ് അയക്കേണ്ടത് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. ഞാൻ ഓൾറെഡി ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെയൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്യുന്ന എങ്ങനെ നോക്കാം. ജസ്റ്റ് ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റത്തെ എങ്ങനെ നോക്കാം. ഫസ്റ്റത്തെ ലെറ്റേഴ്സ് വേറൊരു ഫോണ്ട് ടൈപ്പിലേക്ക് നമുക്ക് എങ്ങനെ നോക്കാം. അത് ജസ്റ്റ് കീബോർഡ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ സിമ്പിൾ ഉപയോഗിക്കാം. ഈ സിമ്പിളാണ്. ഇത് 3 തവണ ഫസ്റ്റ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എന്താണ് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ആ സെയിം സിമ്പിൾ 3 തവണ ആവർത്തിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൻ്റെ ടെക്സ്റ്റ് അതിൻ്റെ ഫോണ്ടും ചേഞ്ച് ആയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. അടുത്തത് നമുക്ക് പോകുന്നത് നെക്സ്റ്റ് ഫോണ്ടിലേക്കാണ്. ഫസ്റ്റ് സ്റ്റാർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത് ടൈപ്പ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് സ്റ്റാർ ടൈപ്പ് ചെയ്യാം. നമ്മൾ ഈ ഫോണിനോട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ടെക്സ്റ്റൊക്കെ കുറച്ചുകൂടി ബോൾഡാക്കി സെൻഡ് ചെയ്യാം എന്നുള്ളതാണ്. അതിന് ശേഷം വരുന്നത് നമുക്കൊരു ടെക്സ്റ്റിനെ എങ്ങനെ അതിൻ്റെ നടുവിലൂടെ ഇവിടെ കണ്ടില്ലേ കട്ട്, അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടി നമുക്ക് ഈ സിമ്പിളാണ് യൂസ് ചെയ്യേണ്ടത്. അതിനുശേഷം ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സെയിം സിമ്പിൾ അവസാനമായി യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടും. ഇപ്പോൾ അടുത്ത ഫോണ്ടിലേക്ക് പോകാം. അടുത്ത ഫോണ്ടാണ് ഇറ്റാലിക്. ഇറ്റാലിക് മീൻസ് ഒരു വശത്തേക്ക് ചെരിഞ്ഞിട്ടുണ്ടാവും, കുറച്ച് ബെൻഡായിട്ട് ഇറ്റാലിക് മോഡൽ. അപ്പോൾ നമുക്ക് നേരെ ഈ സിമ്പിളാണ് സെലക്ട് ചെയ്യേണ്ടത്, അണ്ടർസ്ക്വയർ. എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത് ടൈപ്പ് ചെയ്തതിന് ശേഷം സെയിം സിമ്പിൾ ലാസ്റ്റ് ആവർത്തിക്കുക. അതിനുശേഷം സെൻഡ് ചെയ്യുക. ഓക്കെ, ഇറ്റാലിക്ക് ഓക്കെ ആയി. അടുത്ത് നമുക്ക് രണ്ടും ഈ ഇറ്റാലിക്കും ബോൾഡ് ഒന്നിച്ച് അങ്ങനെ ടൈപ്പ് ചെയ്ത് നോക്കാം. ബോൾഡിൻ്റെ ഫസ്റ്റ് സ്റ്റാർ കൊടുക്കുക. അതിനുശേഷം ഇറ്റാലിക്കിൻ്റെ അണ്ടർസ്ക്വയർ കൊടുക്കുക. ശേഷം ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അണ്ടർസ്ക്വയർ കൊടുക്കുക. അതിനുശേഷം അവസാനം ബോൾഡിൻ്റെ സ്റ്റാർ കൊടുക്കുക. അപ്പോൾ ബെൻഡായും ചെയ്ത് ബോൾഡാവുകയും ചെയ്ത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കട്ടിങ് മാർക്ക് ഇതിൽ കൊടുക്കണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ആഡ് ചെയ്യുക. ഈ സിമ്പിൾ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് അവിടെ കട്ടായി കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ഫോണ്ടിൻ്റെ ഡിഫറെൻറ്റ് ലെവലിലേക്ക് പോകാം. 2 ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെ അത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇത് സിമ്പിളായിട്ടുള്ള ടിപ്സാണ്, എല്ലാവർക്കും അറിയാം. പലർക്കും അറിയില്ലെങ്കിലും മാക്സിമം ഒരു 50% പേർക്ക് അറിയാവുന്നതാണ്. ഐഫോണിലും ആൻഡ്രോയിഡിലും ഇത് ലഭ്യമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത ആപ്ലിക്കേഷൻ വെച്ച് എങ്ങനെ നമുക്കൊരു ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് ഇവിടെ മുകളിൽ കാണാമെങ്കിൽ ബ്ലൂ മാർക്കിൽ ഷെപ്സ് വേൾഡ് എന്ന് എഴുതിയ 2-3 ടൈപ്പ്, അതൊക്കെ എങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. ആദ്യത്തെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരാണ് ഫാൻസി കീബോർഡ്. ഫാൻസി കീബോർഡ് ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കീബോർഡ് എനേബിൾ ചെയ്യുക.
accessibility പോയിട്ട് കുറച്ച് പെർമിഷൻസ് എല്ലാം കൊടുക്കാനുണ്ട്. അഥവാ കീബോർഡ് ആക്റ്റീവ് ചെയ്യുക. ഫാൻസി കീബോർഡിലേക്ക് മാറ്റാം, നോർമൽ കീബോർഡിൽ നിന്ന് ഫാൻസി കീബോർഡിലേക്ക് മാറ്റാം. നമുക്ക് നേരെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ ഗൈസ് ഫാൻസി കീബോർഡ് ഓപ്പൺ ചെയ്ത് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം ഫസ്റ്റായിട്ട് എഫ് എന്നുള്ളൊരു സിമ്പിൾ കാണാം. അതിൽ നമുക്ക് തീംസ്, കോൾ ഫോണ്ട്, ഇമോജി കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് കോൾ ഫോൺസ് എടുക്കാം. ഇവിടെ നമുക്ക് കാണാം കുറച്ചധികം ഫോണ്ട് സ്റ്റൈൽസ് കാണാം. ഇപ്പോൾ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാവാണ്. എനിക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് എടുക്കാം. ഇത് ടെക്സ്റ്റ് ചെയ്യാണ്. ഇതുപോലെ നമ്മൾക്ക് ഇതിൽ നിന്ന് കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഇത് നമുക്ക് സെൻഡ് ചെയ്ത് നോക്കാം. വേറെ എന്താ ഉള്ളത് നോക്കാം. ഇതിൽ തീംസ് ഉണ്ട്, കീബോർഡ് തീംസ് ആണ്, അത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. വേറെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ആപ്ലിക്കേഷനിലേക്ക് പോകാം. ഗൈസ്, അടുത്ത ആപ്ലിക്കേഷൻ്റെ പേരാണ് ഫാൻസി ടെക്സ്റ്റ് പ്ലസ് സ്റ്റിക്കർ മേക്കർ. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയാൽ ഇതുപോലെ അടിച്ചാൽ ഇതുപോലെ കിട്ടുന്നതാണ്. അത് ഞാൻ ഇപ്പോൾ 2 ആപ്ലിക്കേഷൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ പോയി എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം കുറച്ച് അലോസ് കൊടുക്കാൻ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് പെർമിഷൻസൊക്കെ അലോ കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ ഫാൻസി ടെക്സ്റ്റ് കാണാം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലൂ ടെക്സ്റ്റ്. ഇവിടെ നിന്ന് ഇത് സെലക്ട് ചെയ്യുക, ആഡ്സൊക്കെ സ്കിപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെ കോപ്പി ടെക്സ്റ്റ് ഉണ്ട്, നേരെ ഡയറക്റ്റ് വാട്സപ്പ് ഉണ്ട്. കോപ്പി ടെക്സ്റ്റ് കൊടുത്തു നോക്കാം വാട്സപ്പിലേക്ക്, പേസ്റ്റ് ചെയ്യുക. ഇവിടെ ആ ബ്ലൂ ടെക്സ്റ്റ് ബ്ലൂ മോഡലായി ഞാൻ മുകളിൽ കാണിച്ചെന്ന പോലെ ഇതായിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡയറക്റ്റ് വാട്സപ്പിലേക്കും അതിൽ ഓപ്ഷൻസ് ഉണ്ട്. ഈ ആപ്പിൻ്റെ ഒരു കുറവ് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് വാട്സപ്പിലേക്ക് ഇത് ഓപ്ഷൻ ഉണ്ട്. അടുത്തതായിട്ട് കുറേ ഫോൺസ് ഇവിടെ അവൈലബിൾ ആണ്. സ്റ്റിക്കേഴ്സ് ഉണ്ട്. അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ഗൈസ്. നിങ്ങൾക്ക് ഇവിടെ സ്റ്റിക്കേഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തിയത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റ് വഴി രേഖപ്പെടുത്തുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് വഴി രേഖപ്പെടുത്തുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.